പ്രിയപ്പെട്ട മേടം രാശിക്കാരെ, നിങ്ങൾക്ക് ഈ മാസം പൊതുവായി സാമ്പത്തികം, ജോലി, ബിസിനസ്, കുടുംബം, വിവാഹം, ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ പ്രതികൂല ഫലങ്ങളും, വസ്തു, വീട്, ഭൂമി, പഠനം, സന്താനം എന്നീ വിഷയങ്ങളിൽ അനുകൂല ഫലങ്ങളും ഉണ്ടാകും. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ കാണുന്നത് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ വീഡിയോ മുഴുവനായും കണ്ട് അവസാനം രേഖപ്പെടുത്തുക. ഇനി നമുക്ക് മേടം രാശിക്കാരുടെ ഓരോ കാര്യത്തിലേക്കും വിശദമായി ഒന്ന് കടന്നു പോകാം. സാമ്പത്തികമായി മേടം രാശിക്കാർക്ക് അല്പം ബുദ്ധിമുട്ടുള്ള മാസമാണ്. കടബാധ്യതകൾ, കടത്തിന്റെ പലിശ അടക്കേണ്ടി വരിക, അനാവശ്യമായ ആശുപത്രി, മറ്റ് ദുർച്ചെലവുകൾ വന്നേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു അച്ചടക്കം തീർച്ചയായും നമ്മളിൽ ഉണ്ടാവേണ്ടതാണ്. ഭൂമി, വസ്തു മുതലായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങളാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഒരുപാട് കാലമായി ഭൂമി വാങ്ങണം അല്ലെങ്കിൽ വസ്തു വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും നിങ്ങളുടെ ജാതകത്തിൽ അനുകൂല സമയം ആണെങ്കിൽ അത് സ്വന്തമാക്കാൻ സാധിക്കും. എങ്കിലും സാമ്പത്തിക വിഷയങ്ങൾ പ്രതികൂലമായതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള ബാധ്യതകളോ കടങ്ങളോ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായി വളരെ മികച്ച ഒരു കാലഘട്ടം തന്നെയാണ്. ഇഷ്ടപ്പെട്ട കോഴ്സുകൾ വിദേശത്തോ സ്വദേശത്തോ സ്വീകരിച്ച് പഠിക്കുവാൻ സാധിക്കും. നിലവിൽ പഠിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾക്ക് പറയാം. കർമ്മമേഖലയിൽ, അതായത് ജോലിയിൽ അല്പം പ്രതികൂല ഫലങ്ങളാണ് മേടം രാശിക്കാർക്ക് ഉള്ളത്. കർമാധിപനായ ശനി 12ൽ നിൽക്കുന്നത് വിദേശത്ത് ജോലി ചെയ്യുകയോ ശ്രമിക്കുകയോ ചെയ്യുന്ന മേടക്കൂറുകാർക്ക് അനുകൂല ഫലങ്ങൾ നൽകും. എങ്കിലും സ്വദേശത്ത് പൊതുവായി ജോലികൾ ചെയ്യുന്ന ആളുകൾക്ക് അല്പം പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് കാണുന്നത്. ജോലി അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അല്പം ഈഗോയെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കാതെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ജോലി തന്നെ വേണമെന്ന് വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ബിസിനസ് വിഷയങ്ങളിൽ അല്പം പ്രതികൂലം തന്നെയാണ്. ഈ മാസം പുതിയ രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള ബാധ്യതകളോ ഇൻവെസ്റ്റ്മെന്റുകളോ വരുത്തി പുതിയ ബിസിനസ് തുടങ്ങുന്നത് ഈ മാസം തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അല്പം പ്രതികൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. കുടുംബത്തിൽ സ്വത്ത് തർക്കങ്ങളോ വസ്തു തർക്കങ്ങളോ ഉണ്ടാകാം. സഹോദരങ്ങൾ തമ്മിലുള്ള പ്രയാസങ്ങൾ വന്നേക്കാം. നിലവിൽ ജാതകങ്ങളിൽ നിങ്ങൾക്ക് പ്രതികൂല സമയമാണ് എങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സഹകരിച്ച് നല്ല രീതിയിൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട ഇടത്ത് അത് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഗുണകരം. സന്താന വിഷയത്തിൽ അനുകൂല ഫലങ്ങളാണ് കാണുന്നത്. സന്താനങ്ങളിലൂടെ പ്രശസ്തിയും നമ്മുടെ അഭിവൃദ്ധിയും കുടുംബത്തിന് തീർച്ചയായിട്ടും ഉണ്ടാകും. വിവാഹ വിഷയത്തിൽ വിവാഹം ആലോചിച്ച് കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചില മുടക്കങ്ങളും പ്രതിബന്ധങ്ങളും വന്നേക്കാം. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളും വിഷയങ്ങളും വരാതിരിക്കുവാൻ വേണ്ട മുൻകരുതലുകളും എടുക്കേണ്ടതാണ്. ആരോഗ്യപരമായി കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു മാസം തന്നെയാണ്. ദുർച്ചെലവുകൾ സാമ്പത്തികമായിട്ട് ആരോഗ്യത്തെ പ്രതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജീവിതശൈലി കൊണ്ടുള്ള പ്രയാസങ്ങളും ജീവിതശൈലി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും രോഗങ്ങളും വരാൻ സാധ്യതയുള്ളതിനാൽ നല്ല രീതിയിലുള്ള ഭക്ഷണം, വ്യായാമം എന്നിവ തീർച്ചയായിട്ടും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. മേടം രാശിക്കാർക്ക് ഇത്രയുമാണ് പറയുവാനുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് മേടം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ ഒരു ഉപയോഗ വസ്തുവായി മാറാതിരിക്കുക. പരോപകാരം നമ്മൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും നമ്മൾ വളരെയധികം ഉപയോഗിക്കപ്പെടുവാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളാലും ബന്ധുക്കളാലും
നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെട്ട് അവസാനം നമ്മൾ ഒരു ഒന്നിനും വേണ്ടാത്ത പാഴ്വസ്തു ആയിത്തീരുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട്. അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവായിട്ട് പരിഹാരങ്ങളായിട്ട് പറയാനുള്ളത്, മേടം രാശിക്കാർക്ക് മഹാലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ ചെയ്യാം. മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ഭാവമുള്ള ക്ഷേത്രങ്ങളിൽ പോയി അലങ്കാര പൂജയും അതുപോലെ തന്നെ സമർപ്പണങ്ങൾ യഥാശക്തി ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനം നിങ്ങളുടെ കുലദേവതയും പിതൃക്കളെയും നല്ല രീതിയിൽ ആരാധിക്കുകയും സ്മരിക്കുകയും വേണം. ഏവർക്കും നല്ല ഒരു സെപ്റ്റംബർ മാസം ആശംസിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.